AI സാങ്കേതിക വിദ്യകളും റോബോട്ടുകളും ലോകത്തെ ഭരിച്ചു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ലോകമൂല്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു ജനത ജീവിച്ചിരുന്ന മണ്ണാണിത്. ഒരു പരിധിവരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളെയും ആചാരങ്ങളെയും പുതിയ തലമുറയ്ക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയും പഴമക്കാർക്ക് ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ് ഈ പ്രോഗ്രാം. കൂദാശകളുടെ സവിശേഷമായ നിർവഹണത്തെക്കുറിച്ചും ആചാരമര്യാദകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി തെക്കേമുറിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ പുതിയ തലമുറയിലേക്ക് ദൈവാനുഭവം പകർന്നു നൽകുവാൻ കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ജനിച്ച ഒരു കുഞ്ഞിനെ ക്രിസ്തീയ ആചാരങ്ങളിലേക്ക് ചേർക്കുക, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്ത്യാനിയാക്കുക എന്ന സുപ്രധാന ചടങ്ങാണ് മാമോദീസ എന്ന കൂദാശയിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നത്. പരമ്പരാഗത കാലത്ത് നാം അനുഷ്ഠിച്ചിരുന്ന മാമോദീസ കർമ്മങ്ങളാണ് ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാനെത്തിയ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ജോൺ പുതുവയലിൽ, ആൽബർട്ട് കാഞ്ഞിരക്കാട്ട്, ആൻലറ്റ് പൂവനാട്ട്. അച്ഛ, മാമോദീസ പേര് തിരഞ്ഞെടുക്കുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള വലിയ വിളി എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് വിളി മാമോദിസയാണ്. മാമോദിസ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ പേരിടുന്ന ഒരു വ്യക്തിക്ക്. നമ്മുടെ ആചാരപ്രകാരം അങ്ങനെ. അപ്പം നമ്മൾ സാധാരണ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വളരെ തീഷ്ണതയിൽ കർത്താവിൻ്റെ ആ രക്ഷാകരമായ ജീവിതത്തിലേക്ക് പങ്കുചേരാൻ താല്പര്യപ്പെട്ട ഒരു സമൂഹം. അതിന് തങ്ങളുടെ കുഞ്ഞുങ്ങൾ അപ്രകാരം വളർത്തുന്നതിൽ അവരപ്രകാരം തീഷ്ണതയുള്ളവരാണ്. അതുകൊണ്ട് മാമോദിസയിൽ അവർ മുക്കാൻ കൊണ്ടുവരുമ്പം ഒരു വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും നാമം കൊടുക്കും. സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരെ അനുകരിക്കുക എന്ന് അവരുടെ ജീവിത സ്വഭാവത്തിലായി വളരെ പ്രധാനപ്പെട്ട വളരെ എളുപ്പവഴിയും സാധാരണയായി കൊടുക്കുക വല്യപ്പൻ്റെയും വല്യമ്മയുടെയും പേര്. കാരണം വളരെ കുലീനത്വവും അതായത് വിശ്വാസപരമായ വളരെ ആചാര്യത്വം അത് പണ്ട് മുതലേ ഞങ്ങൾ വിശ്വാസികളായിരുന്നു തെളിവാണ്. നമ്മൾ മരിച്ച പിതാക്കന്മാരോട് ചേരുമെന്നാണ് തിരുവചനത്തിൽ നമ്മളെക്കുറിച്ച് പറയാം. നമ്മൾ മരിച്ച പിതാക്കന്മാരോട് ചേരുമ്പോൾ നമ്മുടെ പേരിന് കാരണം വിശുദ്ധരോടൊത്ത് കാണപ്പെടും, ദൂതന്മാരുടെ ഒത്ത് കർത്താവ് വീണ്ടും വരുമെന്നുള്ളൊരു വിശ്വാസമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്വർഗത്തിലെത്തിയെന്ന് സഭ വിളിച്ച് പറയുന്ന അല്ല പരിചയപ്പെടുത്തിയ വിശുദ്ധരുടെ നാമമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുക. കാരണം നമ്മൾ അവരോട് കൂടെ കാണപ്പെടണം. അപ്പം ഞാൻ എൻ്റെ കുലത്തിൽപ്പെട്ട എൻ്റെ പിതാക്കന്മാരോട് വല്യപ്പനോടും വല്യമ്മനോടും ചേർ കാണപ്പെടണം. അപ്പം ഇനി നമ്മൾ മരിച്ച് കാലങ്ങൾ കടന്നുപോയി നമ്മുടെ നേരെ ഉച്ചരിച്ച് ഈ നാമം ഭൂമിയിൽ ഉച്ചരിക്കപ്പെടണം എന്ന് വലിയൊരു നിർബന്ധം നമ്മുടെ കാരണന്മാർക്ക് വിശ്വാസം. ഞാൻ മരിച്ചാലും അവരെ വളർത്തി എൻ്റെ കുഞ്ഞുമകളെ മകനെ വളർത്തിയതിൻ്റെ ഒക്കെ പ്രതിഫലം എന്ന് പറയുന്നത് എൻ്റെ നാമവേലും എൻ്റെ മക്കൾക്കാണ്. അതുകൊണ്ടാണല്ലോ സാറായൊക്കെ പ്രാർത്ഥിച്ചത്, എൻ്റെ നാമം പേറാ സന്തതികളെ തരണമേ എന്ന് ഒരു പ്രാർത്ഥനയിൽ വളരെ വിഷയമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാമം മക്കൾ കൊടുക്കുക അല്ല കുഞ്ഞുമക്കൾ കൊടുക്കുക എന്ന് പറയും. സാധാരണ മൂത്ത മകന് അപ്പൻ്റെ പേരും മൂത്ത മകൾക്ക് അപ്പൻ്റെ അമ്മയുടെ പേരും രണ്ടാമത്തെ മകന് അമ്മയുടെ അപ്പൻ്റെ പേരും അതുപോലെ രണ്ടാമത്തെ മോക്ക് അമ്മയുടെ പേരും മൂന്നാമത്തെ മോന് സ്വന്തം അപ്പൻ്റെ പേരും പിന്നെ അമ്മയുടെ പേര് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു പതിവുള്ളൊരു സമൂഹമാണ്. കാരണം നമ്മൾ പിന്നെ അറിയപ്പെടും ഈ അന്നേരം എൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾക്കെല്ലാം അങ്ങനെ അത് വരുമ്പോൾ കൊച്ചിൻ്റെ പേര് അപ്പൻ്റെ പേര് വീട്ടുപേര് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ മൂന്ന് പേര് ആ കൊച്ചിൻ്റെ പേര് അപ്പൻ്റെ പേര് സർനെയിം എന്ന് പറയുന്ന വീട്ടുപേരാണ്. വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് ഇവരുടെ പ്രവേശനം മാമോദിസ. അതുകൊണ്ടാണ് നമ്മുടെ പേര് എപ്പോഴും ചിലർ ബൈബിളിൽ നിന്ന് എടുത്ത പേരാണ്. ബൈബിളിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ബൈബിളിൽ എല്ലാവരും വിശുദ്ധരൊന്നുമല്ല. പിന്നെ പഴയ നിയമത്തെ ആൾക്കാരെല്ലാം വിശുദ്ധരാണെന്ന് സഭ നമ്മൾ പുതിയ നിയമ രക്ഷിക്കപ്പെട്ട സമൂഹം. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ജനതയുടെ പേരാണ് നമ്മൾ സാധാരണ. അല്ല മറ്റ് സഭാ സമൂഹങ്ങൾ പഴയ നിയമത്തിനൊക്കെ. പക്ഷെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ഈശോ രക്ഷകന ദൈവമാണെന്നും രക്ഷിക്കപ്പെട്ട സഭയിൽ അങ്ങാണെന്നും അതുകൊണ്ട് വലിയ ബോധ്യമുള്ള ഒരു സഭാ സമൂഹത്തിൽ. അതുകൊണ്ടാണ് പുതിയ നിയമ ജനത സഭ ഏറ്റുപറഞ്ഞ ഒരു വിശുദ്ധൻ്റെയും വിശുദ്ധയുടെ പേരാണ് സാധാരണ കുഞ്ഞുങ്ങൾ കൊടുക്കുക. മാമോദിസ ചടങ്ങുകളിൽ പങ്കെടുക്കാണ്ട് ദേവാലയത്തിലേക്ക് വരുമ്പോഴൊക്കെ ആ ആനവാതിൽ എന്ന പേരിൽ ആ വാതിൽ വിശേഷിപ്പിക്കുന്നതിന് കാരണം എന്താണ്? അതുപോലെ തന്നെ മാമോദിസ വേളയിൽ ചിലർ ആ വാതിലിന് പുറത്തു നിന്നിട്ട് തറതൊട്ടപ്പനും തറതൊട്ടമ്മയുമാണ് കുഞ്ഞിനെ എടുത്തു നിൽക്കുന്നത്. അതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് പൂർണ്ണമായും അറിയില്ല. ഏതൊക്കെ രീതികളിലാണ് ഇതൊക്കെ അനുഷ്ഠിച്ചു വരുന്നതെന്ന് വിശദീകരിച്ചു തരാമോ? വളരെ നല്ല ചോദ്യം. ഇന്ന് നമ്മൾ മാമോദിസയാണ് ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള പ്രവാസനത്തിന് കവാടം. ക്രിസ്തീയ സമൂഹത്തെയും എല്ലാ ജീവിതത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു അടയാളം ദൈവസ്ഥാനത്താണ് ദേവാലയം. അപ്പം നമ്മൾ ക്രിസ്തീയ സമൂഹത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവാലയത്തെ കൊണ്ടകത്ത് നമ്മുടെ കൂട്ടത്തെ സ്വീകരിക്കുന്ന പരിപാടി മാമോദിസ. അപ്പോൾ കൂട്ടത്തെ സ്വീകരിക്കുന്ന പരിപാടി മാമോദിസയിൽ കൊണ്ടുവന്ന് വരുമ്പോൾ ബൈബിൾ പറയണം ശിഷ്യരാക്കി തീരും, ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീരും. അതുകൊണ്ട് ഈശോയ്ക്ക് എത്ര ശിഷ്യരെന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ 12 സാധനം
അല്ല, മാമോസ മുങ്ങിയവരല്ല. അത് നമ്മൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 28:19 നിങ്ങൾ പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, എന്നിട്ട് ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരൊക്കെ ആരാ? ശിഷ്യരാ. അപ്പം നമ്മൾ ഈശോയുടെ ആരാ? ശിഷ്യരാ. ഇത് കൂടുതൽ വ്യക്തമാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-13 ഈശോ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പ്രഭാതമാകെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പസ്തോലന്മാരെന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈശോയ്ക്ക് ശിഷ്യന്മാരെത്രയാ? ചിലർ പറയും 12. അല്ല, ശിഷ്യന്മാരെ മുഴുവൻ അടുത്ത് വിളി, അവരിൽ നിന്ന് 12 പേര്. അപ്പോൾ ശിഷ്യന്മാരിൽ നിന്നാണ് അപ്പസ്തോലൻ, അവന്മാർ 12. അപ്പസ്തോലന്മാർ 12, ശിഷ്യന്മാരാരാ? സ്നാനമേറ്റവരെല്ലാം. അത് ആരുടെ നാമത്തിൽ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ. ഞാൻ ഞാൻ ആരുടെ നാമത്തിൽ സ്നാനം പറ്റൂ? തൃത്വത്തിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്നവരെല്ലാം ക്രിസ്തു ശിഷ്യരാണ്. നമ്മുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച്. അപ്പം നമ്മൾ മാമോസ കൊടുക്കുന്നതിന് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരും. അപ്പം നമ്മളൊരു വ്യക്തിയെ നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർക്കുന്ന പരിപാടിയാണല്ലോ മാമോസ. അപ്പോൾ കൂട്ടത്തിലേക്ക് ചേർക്കുന്ന പരിപാടിക്ക് വരും പ്രധാന കവാടം, വളരെ ബഹുമാനിച്ച് പ്രധാന കവാടത്തിൽ നിന്ന്. അപ്പം മാമോസ എന്ന തിരുക്രമം ആരംഭിക്കുന്നത് പ്രധാന കവാടത്തെങ്കിലാണ്. അത് പുരോഹിതനും ഇതുവരെ മാമോസ സ്വീകരിച്ചവർ മുഴുവൻ ദേവാലയത്തിനുള്ളിലാണ്. മാമോദീസായിലൂടെ നമ്മളെല്ലാം ദേവാലയത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടവരാണ്. ദേവാലയത്തിൽ നമ്മളെ ആരെയും പുറത്തിറക്കി വിട്ടിട്ടില്ല. ദേവാലയത്തിനുള്ളിലാണ് ക്രിസ്ത്യാനിയുടെ സ്ഥാനം. പുറത്തിരുന്ന് വിശുദ്ധ കുർബാന തീർക്കണമില്ല. അത് വിജാതീയനോ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നവരോ അല്ലെ രക്തസ്രാവമുള്ളവരോ കുഷ്ഠരോഗമുള്ളവരോ ശരീരമൊക്കെ പൊട്ടിയൊലിക്കുന്നവരോ അല്ല ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരോ ഒക്കെയാണ് ദേവാലയത്തിന് പുറത്ത്. അപ്പോൾ ദേവാലയത്തിനുള്ളിലാണ് ക്രിസ്ത്യൻ. അപ്പം പുരോഹിതൻ ആ സമൂഹത്തിന് പ്രധാന ആളെന്ന നിലയിലും മിശിഹായുടെ സ്ഥാനക്കാരൻ എന്ന നിലയിലും പുരോഹിതനെ ഏറ്റവും ഫ്രണ്ടിൽ നിർത്തി. അതിന് തൊട്ട് ചേർന്നാണ് മാതാപിതാക്കൾ തുറന്ന് ക്ഷണിക്കപ്പെട്ട് വിശ്വാസത്തിൽ മാമോസ മുങ്ങിയവരെല്ലാം നിൽക്കുന്നത്. പള്ളിയുടെ ദേവാലയത്തിന് പുറത്തല്ല. അപ്പോൾ ദേവാലയത്തിന് പുറത്തു നിൽക്കുന്നത് ആ മാമോസ മുങ്ങാനുള്ള വ്യക്തി. അത് വിജാതീന നമ്മളെ അതുവരെ വിജാതി സജാതിനായി വരുമ്പോൾ തന്നെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് 2 പേര് ജാമ്യക്കാരെന്ന പോലെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയായി 2 പേരെയും കൂടി ഉറപ്പിന്മേലാണ്. അപ്പോൾ സത്യവിശ്വാസത്തിലാണ് മാതാപിതാക്കൾ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുങ്ങൾക്ക് മാമോസ കൊടുക്കും. അത് സത്യവിശ്വാസം ഇല്ലാത്തവർ അതുപോലെ തലതൊടാൻ വരുന്നവർ ഇന്നേ രീതിയിൽ അത് അവരുടെ വികാരിച്ചിന് കത്തുവേണം. ഇവർ സത്യവിശ്വാസം പാലിക്കുന്നവരാണെങ്കിലേ തലതൊടാനുള്ള യോഗ്യതയുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ കുമ്പസാരിച്ച ഹൃദയ വിശുദ്ധിയുടെയും സഭയിൽ ഞായറാഴ്ച പള്ളി വരും വിശ്വാസം പ്രാക്ടീസ് ചെയ്യും. അത് വെറുതെ വെല്ലുമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് വന്നാൽ അവിടെ എലിജിബിലിറ്റി ഇല്ല. വിശ്വാസം നഷ്ടപ്പെട്ടവർ കാണും, നിരീശ്വരത്തിൽ പെട്ടുപോയവർ കാണും, പിന്നെ ദുർസാക്ഷ്യത്തിൽ പെട്ടുപോയവർ കാണും. അതുപോലെ ദൈവപ്രമാണം പരസ്യം ലംഘിച്ചു അവരെ ഒന്നും ഈ തിരുക്രമങ്ങളിലെ സാക്ഷികളാക്കി നിർത്താണ്. അത് കഴിഞ്ഞാലാണ് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് എവിടെ വരെ ഒരു കൊച്ചിന് പോയി നിൽക്കാവൂ. അത് പറഞ്ഞാൽ നമ്മുടെ ബേമയുടെ അടുത്ത് വരെ കൊണ്ടു നിർത്ത് തിരുക്രമങ്ങൾ തുടരുന്നു. പിന്നെ മാമോസ വിശ്വാസ പ്രമാണം എല്ലാം ചെല്ലി ഉറപ്പ് വരുത്തിയിട്ട് തലോട്ടവും എല്ലാം ചെല്ലുന്നുണ്ട്, ശ്രദ്ധിക്കും. കഴിഞ്ഞാൽ അവിടെ നമ്മൾ മാമോസത്തിൻ്റെ അടുക്കൽ പോയി തിരുക്രമം തുടർന്നു. മെത്രാൻ കൊടുത്ത മൂറോൻ തൈലം കൊണ്ട് വാഴ്ത്തിയ വെള്ളവും അതുപോലെ തന്നെ മെത്രാൻ കൊടുത്തുവിട്ട് ഈ തൈലം തന്നെ ഉപയോഗിച്ച സ്ഥൈര്യലേപനവും. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വിശുദ്ധ വസ്ത്രങ്ങൾ, വെള്ള വസ്ത്രം നൽകുന്നു, തുടർന്ന് തിരികെത്തിച്ച് നൽകുന്നു. അത് നമ്മളെ കർമ്മങ്ങൾ നടത്തി കൊച്ചിൻ്റെ തലയിൽ മുടി വയ്ക്കുന്നു. ഇങ്ങനെയുള്ള പിന്നെ കൈവപ്പിലൂടെയാണ് പരിശുദ്ധാത്മാ ദാനങ്ങൾ നൽകുന്നത്. അതൊക്കെ പരിശുദ്ധാത്മാ ദാനങ്ങൾ കൈവപ്പിലൂടെ, അതേത് നമ്മൾ അപ്പസ്തോല പ്രവർത്തന ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത് കൈവപ്പിലൂടെയാണ് അവർ വേർതിരിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ്റെ കൈവപ്പിലൂടെ വേർതിരിച്ച് അവർ മാമോദിസ സ്വീകരിച്ച് മാമോദിസയെ സ്ഥായിലും അത്രയായിക്കാനും പാപമോചനത്തിനാണ് മാമോദിസായി ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വാസം ഏറ്റുപെടും. മാമോദിസ സ്വീകരിച്ചാൽ ഇതുവരെയുള്ള പാപങ്ങൾ ജന്മഭാവവും കർമ്മഭാവവും ഉണ്ടെങ്കിൽ കർമ്മഭാവം അതും മോചിപ്പിക്കുന്ന ഒന്നാണല്ലോ മാമോദിസ. അപ്പോൾ മാമോദിസ നമ്മൾ കർമ്മഭാവവും ജന്മഭാവവും തീർന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള എലിജിബിലിറ്റിയായി, യോഗ്യതയായി. അതുകൊണ്ട് നമ്മൾ കൊച്ചിന് വിശുദ്ധ കുർബാന കൊടുക്കും. പിറ്റേ ദിവസം കൊടുക്കുക, കാരണം പിന്നെയും കർമ്മഭാവം ഉണ്ടാകാം. അതുകൊണ്ട് കൊച്ചിന് അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ വിളിയുടെ പൂർണ്ണതയിലായി, വിശുദ്ധ കുർബാന സ്വീകരണത്തോടു കൂടി ആ വിളിയുടെ പൂർണ്ണതയിലായി. അതാണ് മാമോദിസയുടെ തിരുക്കം. അങ്ങനെ നമ്മൾ ക്രിസ്തീയ സഭയിലേക്ക് ചേർക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരായി ഈശോയുടെ രക്ഷയുടെ എല്ലാ ഫലത്തിൻ്റെ ആനുകൂല്യത്തിന് നമ്മൾ അവകാശികളായി തീർന്നു. അങ്ങനെയാണ് ഈ മാമോദിസയുടെ പാനവാതിൽ ഇതിൻ്റെ കർമ്മങ്ങൾ. മാമോദിസ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ വല്യമ്മച്ചി വീട്ടുമാമോസ എന്നൊരു ചടങ്ങിനെ കുറിച്ച് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വീട്ടുമാമോസ എങ്ങനെയാണ് നൽകുന്നത്? ഇത് കഴിഞ്ഞാൽ പള്ളിയിൽ വന്ന് മാമോദിസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ രീതികളൊന്ന് പറഞ്ഞു തരാമോ? മോനെ, അത് നല്ലൊരു ചോദ്യമാണ്. ഇന്ന് പലപ്പോഴും അന്യമായിക്കൊണ്ട് പണ്ട് കാലങ്ങളിൽ കുഞ്ഞുങ്ങൾ സാധാരണ ജന്മം കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെയാണ്.
അത് സഹായിക്കാൻ വേണ്ടി വയറ്റാറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള സഹായിക്കുന്ന അമ്മമാരിൽ എക്സ്പെർട്ടായിട്ടുള്ളവരൊക്കെ പ്രസവത്തിന് അമ്മമാരെ സഹായിക്കും. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ അതായത് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് നമ്മൾ സ്നാനം ജലത്താലും പരിശുദ്ധാത്മാവിൽ ജനിക്കണം. യേശു പറഞ്ഞു ഏറ്റവും എളുപ്പത്തിൽ നിത്യരക്ഷയിലേക്ക്. എന്നും കൊണ്ട് മറ്റു വിജാതിയ വ്യക്തി രക്ഷപ്പെടുക. അത് നമ്മൾ കൂടുതൽ പഠനത്തിന് അറിയാവുന്നവർ നമ്മൾ വിശുദ്ധ അവരുടെ മനസ്സാക്ഷിയുടെ നിയമം വിശുദ്ധ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. അവർ ദൈവം എല്ലാവർക്കും ഒരു നന്മയിലേക്കുള്ള ഒരു വിളി അവൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണം. മക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായി നൽകണമെന്നാണല്ലോ മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. ജന്മം തൊട്ട് മരണം വരെ എൻ്റെ കൊച്ചിന് ഏറ്റവും ബെസ്റ്റ്. അത് വസ്ത്രമായാലും ഭക്ഷണമായാലും താമസം, അത് കുഞ്ഞുങ്ങളെ അത് സ്വാഭാവികമാണ്. കാരണം അവരുടെ വിളിയിടും, മാതാപിതാക്കൾ വിളിയിടും. അതുപോലെ എൻ്റെ കുഞ്ഞ് രക്ഷയിലെത്തണം. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് നിത്യരക്ഷ പ്രാപിക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ ജന്മവും വിളിയുടെയും. അപ്പോൾ ഈ അറിഞ്ഞ് സ്നേഹിക്കുന്നതിലും ഒരു അറിവിൻ്റെ പൂർണ്ണത പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് കൊച്ചിന് ജനിക്കുമ്പോഴെന്തെങ്കിലും ജീവന് അപകടം ഉണ്ടെന്നോ നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ പ്രായത്തിൽ മുന്തിവർ ഈ സ്നാനം നൽകുമായിരുന്നു വീടുകൾ. ഇപ്പോഴാണ് ആശുപത്രിയിൽ നമ്മുടെ സിസ്റ്റർമാരൊക്കെ നടത്തുന്ന ആശുപത്രികളാണ് അവർ പെട്ടെന്ന് വീട്ടുമാമോസം. നമുക്ക് മാമോസം നൽകാൻ എല്ലാവർക്കും ക്രിസ്ത്യാനികൾ നമ്മൾ UCAT അല്ലെങ്കിൽ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പറയും ഒരു ഹൈന്ദവന് പോലും അവൻ്റെ ഗുഡ് ഇൻറ്റൻഷന് വേറൊരാളെ സ്നാനപ്പെടുത്താമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം മാമോസ കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാവരും ശിക്ഷപ്പെടുത്തുവിൻ എന്നാണല്ലോ മത്തായിയുടെ സുവിശേഷം 28 എല്ലാവരോടും പറയും നിങ്ങളിപ്പോൾ ഒരു ശിക്ഷപ്പെടുന്നവർക്ക് സ്നാനം കൊടുക്കുക. അപ്പോൾ സ്നാനം പെട്ടവരെല്ലാം ശിഷ്യരാണ്, ശിഷ്യർ മറ്റുള്ളവരെ ശിക്ഷപ്പെടുത്തുക. അങ്ങനെയാണ് ക്രിസ്തു ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മാമോസ കൊടുക്കാൻ എല്ലാം മാമോസ സ്വീകരിച്ച എല്ലാവർക്കും നമ്മൾ എലിജിബിളാവും. വേറൊരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നല്ലതാണെന്ന് തോന്നിയാൽ അവരുടെ ഇൻറ്റൻഷനാണ് പ്രധാനം. എനിക്ക് ആഗ്രഹമാണ്. ഇപ്പോൾ ഒരാൾ അപകടപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ക്രിസ്ത്യാനിയായിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അന്നേരം നിങ്ങൾ ആരുടെ നാമത്തിലായിരിക്കും? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഒരു ക്രിസ്തീയ നാമം വിളിച്ചുകൊണ്ട് ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്നെ മാമോസം മുക്കുന്നു. ഇച്ചിരി വെള്ളം 3 പ്രാവശ്യം തലയിൽ ഒഴിച്ചാൽ അവന് വീട്ടുമാമോസയുടെ കർമ്മം. പിന്നെ ഒരു സ്വർഗസ്വ നേതൃത്വം ചെല്ലിയാൽ അവരുടെ ക്രിസ്ത്യ ഐക്യത്തിലുള്ള പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയായി അങ്ങനെ വീട്ടുമാമോസ നൽകുന്നത്. അപ്പോൾ അറിവുള്ള അച്ഛന്മാർ ദേവാലയത്തെ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ചോദിക്കും ഈ കൊച്ചിന് വീട്ടുമാമോസം നൽകിയതാണോ? ഇതേ പേര് തന്നെ കൊടുക്കാൻ. പക്ഷെ നമ്മൾ ക്രിസ്ത്യൻ അല്ല, അച്ഛന് അധികാരമുണ്ട് ആ പേര് ചേഞ്ച് ചെയ്യാൻ. അല്ലെങ്കിൽ മെത്രാനാണ് സ്ഥായി-ലേവനം കഴിഞ്ഞ് പേര് ചേഞ്ച് ചെയ്യാനുള്ള അധികാരം സഭയ്ക്കാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ ആളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭയുടെ ഒരു പ്രാദേശിക രൂപതാധ്യക്ഷനാണ്. രൂപതാധ്യക്ഷൻ്റെ അധികാരത്തിൽ നിന്നാണ് പുരോഹിതൻ പങ്കുപറ്റുന്നത്. അതിൽ നിന്നാണ് നമ്മളൊരു ക്രിസ്തീയ പങ്കുവരുന്നത്. രൂപതാധ്യക്ഷനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. കാരണം ആ ശ്ലൈകികമായ സഭയാണല്ലോ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് മാമോസ കൊടുത്ത പേര് തന്നെ പള്ളിയിൽ കൊണ്ട്. പിന്നെ പള്ളിയിൽ എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും. ഒരു പ്രബോധത്തിൽ നിന്നോട് പറഞ്ഞു പള്ളി എന്നാണ് അതിൻ്റെ പ്രത്യേകത എന്നാണ്. കാരണം കർത്താവ് എൻ്റെ നാമസ്മരിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം, അവിടെ വരുന്നവരുടെ അടുക്കലേക്ക് വന്നാൽ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് കൊണ്ട് പള്ളിയിൽ പോയാൽ ഒരു പ്രത്യേക ഗ്രേസ്. കാരണം കർത്താവിന് നാമസ്മരിക്കുവാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് പള്ളി. വീട്ടിലൊക്കെ നാമസ്മരിപ്പാട് അവിടെ പല കാര്യത്തിൽ കർത്താവിനെ മഹത്വപ്പെടുക അവിടെ വരുന്ന പ്രത്യേകം. അപ്പോൾ അവിടെ പള്ളിയിൽ വരുമ്പോഴാണ് ഈ കയ്യൊപ്പിലൂടെയാണ് പരിശുദ്ധാത്മാ ദാനങ്ങൾ. അപ്പോൾ പുരോഹിതൻ്റെ അടുത്തും നമുക്ക് ആരെയും മാമോസം നോക്കാം, പക്ഷേ അതിൻ്റെ കൈവപ്പിലൂടെ പരിശുദ്ധാത്മ ദാനങ്ങൾ കിട്ടുന്നതിന് നമ്മുടെ പരിശുദ്ധാത്മാൻ്റെ ആലയമായ ശരീരത്തെ മാറ്റുന്ന മൂറൻ കൊണ്ടുള്ള ആ വേർതിരിക്കൽ അഭിഷേകം അത് ദേവാലയത്തിൽ വെച്ചാണ് ഇപ്പോൾ സാധാരണ നടത്തുന്നത്. അത് നമ്മുടെ സഭയുടെ പൊതു തീരുമാനത്തിന് ഭാഗം അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ ഗ്രാഹ്യമായി എന്ന് ഞാൻ വിചാരിക്കുക. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സീറോ മലബാർ സഭയുടെ മാമോദിസ കർമ്മങ്ങളെ കുറിച്ച് ഏറ്റവും ലളിതമായി നമുക്ക് വിശദീകരിച്ചു തന്ന അച്ഛനെയും ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടുകാർക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു.